ഗൗതമിന് ശേഷം മഹേഷ് നാരായണനൊപ്പം മമ്മൂട്ടി. വേഷങ്ങളുടെ വൈവിധ്യത്താൽ വിസ്മയിപ്പിക്കുന്ന മമ്മൂക്കയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ് ഗൗതം സിനിമയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് കൊച്ചി ദർബാർ ഹാളിന്റെ പരിസരങ്ങളിൽ നടക്കുകയാണ്. ഏതാനും ആഴ്ചകൾ കൊച്ചിയിൽ ഷൂട്ടിംഗ് ഉണ്ടാകും. ക്രൈം ത്രില്ലർ പ്രമേയമാകുന്ന ഈ സിനിമയ്ക്ക് ഡോക്ടർമാരായ സൂരജും നീരജുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ABCD എന്ന ദുൽഖർ സിനിമയ്ക്കാണ് ഇവർ മുൻപ് തിരക്കഥ ഒരുക്കിയത്. ഇൻവെസ്റ്റിഗേഷൻ സിനിമയിൽ ഇവരുടെ പ്രൊഫഷന് ഗുണമായേക്കും. എഴുത്തിൽ അല്പം മങ്ങിയാലും മേക്കിങ്ങിൽ ആളുകളെ പിടിച്ചിരുത്താൻ ഗൗതമിന് സംവിധാനത്തിന് കഴിയുമെന്നുറപ്പാണ്. വിക്രമിനെ നായകനാക്കി GVM ഒരുക്കിയ സിനിമയിൽ DOP ആയിരുന്ന വിഷ്ണുദേവ് ക്യാമറ ചലിപ്പിക്കുന്ന മമ്മൂക്ക സിനിമയ്ക്ക് സംഗീതം പകരുന്നത് ദർബുക ശിവയാണ്. തമിഴ് സംഗീത സംവിധായകനായ ദർബുക ശിവ കേരളത്തിൽ പോപ്പുലർ അല്ലെങ്കിലും ഗൗതം വാസുദേവ് ധനുഷിനെ നായകനാക്കി ഒരുക്കിയ എന്നെ നോക്കിപ്പായും തോട്ടൈ എന്ന സിനിമയിൽ സംഗീതം ചെയ്ത വ്യക്തിയാണ്. പുതിയ വിവരമനുസരിച്ചുള്ള താരനിര ഇങ്ങനെ: മമ്മൂക്കയോടൊപ്പം വിജയ് വെങ്കടേഷ്, സിദ്ദിഖ്, ലെന, ഗോകുൽ സുരേഷ്, വിജയ് ബാബു, വഫ ഖദീജ, സുസ്മിത ഭട്ട് തുടങ്ങിയവർ അണിനിരക്കും. പൂർണ്ണമായും ഒരു മലയാള സിനിമയായിട്ടാണ് ഇത് ഒരുങ്ങുന്നത്. എന്നാൽ ചെന്നൈയിലും സിനിമയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടാകും. കന്നഡ നായിക സുസ്മിത ഭട്ടാണ് ഇതിലെ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത്. കന്നഡയിലെ പ്രമുഖ TV സീരിയൽ താരം കൂടിയാണിവർ. മലയാളത്തിൽ അരങ്ങേറ്റ സിനിമ മമ്മൂക്കയോടൊപ്പം കിട്ടിയത് ഇവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. പൂജാവേളയിൽ സുസ്മിതയും ഭാഗമായിരുന്നു. കേരളത്തിൽ വേഫെയർ ഫിലിംസും ഓവർസീസ് റിലീസ് അവകാശം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനുമാണുള്ളത്. മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന 7ാമത്തെ സിനിമയാകും ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന മഹേഷ് നാരായണനൊപ്പമുള്ളത്. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ നിലവിൽ ഗൗതം മമ്മൂക്ക മൂവിയുടെ ടൈറ്റിൽ പോസ്റ്ററിനായുള്ള കാത്തിരിപ്പിലാണ് മലയാള സിനിമാ പ്രേമികൾ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.